ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാനിന്ന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ടി വി, ഫ്രിഡ്ജ്, മിക്സി, ഫാൻ, അങ്ങനെ ഇതൊക്കെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒരു വീട്ടിലോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഉപകരണത്തിൻ്റെ പേര് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ എന്നാണ്. ഒരുപാട് പേർക്ക് ഇത് എന്താണ് സംഭവം, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ടാങ്കിൽ വെള്ളം തീരുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക് ഓൺ ആക്കുകയും ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ മോട്ടറിന് ഓട്ടോമാറ്റിക് ഓഫ് ആക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ നല്ല പ്രൊട്ടക്ഷനുള്ള വാട്ടർ ലെവൽ കൺട്രോളറാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മോട്ടർ വെള്ളം ഇല്ലാണ്ട് ഓടിയാലും അപ്പം തന്നെ നിർത്തി മോട്ടറിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഈ മെഷീൻ കൊടുക്കും. അപ്പം ഈ മെഷീൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഈ മെഷീൻ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പാഴായി പോയില്ല. അതായത് ടാങ്ക് ഓവർഫ്ലോ വന്നിട്ട് ഒരുപാട് വെള്ളം പോയിട്ടായിരിക്കും നമ്മൾ അയ്യോ ടാങ്ക് ഓണാക്കിയിട്ട് മോട്ടർ ഓണാണ്, അത് ഓഫാക്കാൻ മറന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ പാഴായി പോവും. അതിൽ കൂടെ ഒരുപാട് കറണ്ട് കാശും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ പാഴായി പോവില്ല. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു വർഷം വാട്ടർ സ്കേഴ്സിറ്റി മൂലം ഏകദേശം 2 ലക്ഷം ആൾക്കാരാണ് ഇന്ത്യയിൽ തന്നെ മരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ കണക്കെടുത്ത് നോക്കി, അപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ അതൊരു വരും കാലങ്ങളിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ വേനലും ചൂട് കൂടി വരാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മോട്ടർ കത്തി പോകാണ്ടിരിക്കാനും വെള്ളം ലാഭിക്കാനും നിങ്ങൾക്ക് കറണ്ട് കാശ് ലാഭിക്കാനും ഈ ഒരു ഇലക്ട്രിക്കൽ ഉപകരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഉപകരണം എടുത്തു, നമ്മൾ ഒരു ടി വി എടുത്തു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ എടുത്തു. ഇപ്പോൾ ടി വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കാശ് നഷ്ടപ്പെടും, അതേകൂടെ തന്നെ നമുക്കതിൽ സമയം നഷ്ടപ്പെടും. വാഷിംഗ് മെഷീൻ എടുത്താൽ വെള്ളം നഷ്ടപ്പെടും, കറണ്ട് കാശ് നഷ്ടപ്പെടും. ഏത് ഇലക്ട്രിക്കൽ ഉപകരണത്തിനും കറണ്ട് കാശ് നഷ്ടപ്പെടും. എന്നാൽ ഈ ഒരു ഇലക്ട്രിക്കൽ ഉപകരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വാട്ടർ ലെവൽ കൺട്രോളറിൽ നമുക്ക് വെള്ളം ഒരു തുള്ളി പോലും പാഴായി പോവില്ല. അപ്പോൾ വെള്ളം ലാഭിക്കാം, കറണ്ട് കാശും ലാഭിക്കാം. അതായത് മോട്ടറിന് എന്തായാലും കറണ്ട് വേണം. പക്ഷേ ഈ മോട്ടർ ഈ മെഷീൻ ഉണ്ടെങ്കിൽ മോട്ടറിനെ പ്രോപ്പറായിട്ട് ഓണും ഓഫും വെക്കും. അതായത് ഓവർഫ്ലോ വന്ന് ഒരുപാട് വെള്ളം പോവില്ല, ഒരുപാട് നല്ല ഒരു തുള്ളി വെള്ളം പോലും ഓവർഫ്ലോ വന്ന് പോവില്ല. മാത്രമല്ല ഇതിൻ്റെ ലെവൽ ഏത് പെർസെൻറ്റേജിൽ, ഇപ്പോൾ 20% ഓട്ടോമാറ്റിക് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജിൽ ലെവൽ സെറ്റ് ചെയ്യാം. 30% ആ ലെവൽ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് പ്രോപ്പറായിട്ട് മോട്ടർ ഓണും ഓഫും ആവുന്നത് കൊണ്ടും അതേപോലെ തന്നെ ഓവർഫ്ലോ വന്ന് ഒരുപാട് വെള്ളം പോവാത്തത് കൊണ്ടും ഇതിൽ നിന്ന് ഈ ഒരു മെഷീൻ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് കറണ്ട് കാശ് ലാഭിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്രൊട്ടക്ഷനുള്ള വാട്ടർ ലെവൽ കൺട്രോളർ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടർ വെള്ളം എടുക്കാണ്ട് വന്നാലും മോട്ടറിനെ നിർത്തി മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ട് മോട്ടർ ഡ്രൈ റണ്ണിൽ ഓടി കത്തിപ്പോണ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ മോട്ടർ ഇങ്ങനെ ഡ്രൈ റണ്ണിൽ ഓടി കത്തിപ്പോണ പ്രശ്നം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ മോട്ടറിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ കറണ്ട് കാശ് ലാഭം, വെള്ളം ഒരു തുള്ളി പോലും പാഴായി പോകുന്നില്ല, വെള്ളം ലാഭം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും, സമയവും നിങ്ങൾക്ക് ലാഭിക്കാം. അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോട്ടർ ഓൺ ഓഫ് ആക്കണ്ടെന്ന് മാത്രമല്ല, ഒരു രീതിയിലും മോട്ടർ കംപ്ലൈൻറ്റ് വരുന്നുള്ള ഒരു പേടി വേണ്ട. ഇതിൽ വോൾട്ടേജ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള വാട്ടർ ലെവൽ കൺട്രോളറും ഉണ്ട്. അപ്പോൾ ആ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ വന്നാലും അങ്ങനെ നിങ്ങളുടെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ടൈമർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരം പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഉള്ളത് നോക്കി മേടിച്ചാൽ നിങ്ങളുടെ മോട്ടറിനും അത്രത്തോളം നല്ലതാണ്. ഇനി വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ വാട്ടർ ലെവൽ കൺട്രോളേഴ്സ് ഉണ്ട്. അതായത് 1000 രൂപ മുതൽ 25,000 രൂപ വരെ പല റേഞ്ചിൽ വാട്ടർ ലെവൽ കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വാട്ടർ ലെവൽ കൺട്രോളർ ഏതാണ്, അതെന്തുകൊണ്ടാണ് മികച്ചതെന്ന് പറയുന്നത്, ഇതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ അക്കൗണ്ട്, അതായത് URON എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ കൺട്രോളറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ സെൻസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു മെഷീൻ എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഏറ്റവും നല്ല വാട്ടർ ലെവൽ കൺട്രോളർ നോക്കി സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ യുവാരിയോണിൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് യുവാരിയോൺ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യുവാരിയോണിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് സംസാരിക്കാം. ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മോട്ടർ എങ്ങനത്തെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടറിന് എങ്ങനത്തെ വാട്ടർ ലെവൽ കൺട്രോളറാണ് യൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് തന്നെ പല മോഡലുകളുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടായ വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് അറിയാനൊക്കെ ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി.